ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മത്സര പരീക്ഷയിൽ സ്ഥിരം ചോദിക്കാറുള്ള പത്രങ്ങളും സ്ഥാപകരുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50ഓളം പത്രങ്ങളും അവ സ്ഥാപിച്ച നമ്മുടെ നവോത്ഥാന നായകന്മാരും പിന്നെ ബ്രിട്ടീഷുകാരെയൊക്കെ കുറിച്ചിട്ടാണ് നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിലേക്ക് നോട്ടുകൾ വേണമെന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഞാൻ ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തരാം. അത് മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ച ഏറ്റവും ആദ്യത്തെ പത്രം ഏത് എന്ന് ചോദിക്കും. അതാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് സ്ഥാപിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അതാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഗസറ്റ് സ്ഥാപിച്ചത് അഗസ്റ്റസ് ആണ് എന്ന് ഓർത്തോളൂ. ഗസറ്റഡ് ഓഫീസേഴ്സിന് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചതെന്നും ഓർത്തോളൂ. അതുകൊണ്ട് ആദ്യത്തെ പത്രം അദ്ദേഹം സ്ഥാപിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ് എന്നും ഓർത്തോളൂ. ഓക്കെ, അപ്പോഴും ബ്രിട്ടീഷുകാരല്ലേ ഇന്ത്യയിലുള്ള ഗസറ്റ് ഓഫീസേഴ്സ്, അവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ 1780 സ്ഥാപിച്ചത്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1 പിന്നെ 7 8 അവസാനം ഒരു 0. 1 0 ഇടയ്ക്ക് 7 8. 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഗസറ്റ് സ്ഥാപിച്ചു എന്നോർത്തോളൂ. എങ്കിൽ ബംഗദത്ത സംവാദ കൗമുദി ഇതൊക്കെ ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കും. അത് രാജാ റാം മോഹൻ റോയ് ആണ് എന്ന് ഓർത്തോളൂ. ബംഗാളില് സതി നിരോധിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പോരാടിയ നമ്മുടെ നവോത്ഥാന നായകനാര് എന്ന് ചോദിക്കും. അത് റാം മോഹൻ റോയ് ആണ്. ബംഗാളിലെ ദത്തുപുത്രികൾക്ക് വേണ്ടിയിട്ട് സതി നിരോധിക്കാൻ പോരാടിയ മനുഷ്യൻ ബംഗദത്ത സ്ഥാപിച്ചു. അങ്ങനെ ഓർത്തോളൂ. എങ്കില് സംവാദ കൗമുദിയും അദ്ദേഹം തന്നെയാണ്. അപ്പൊ ബംഗാളിൽ അതിനുവേണ്ടി പോരാടുമ്പോഴത്തേക്ക് ധാരാളം സംവാദത്തിൽ ഏർപ്പെടുമല്ലേ അവിടെയുള്ള ആൾക്കാരുമായിട്ട്. കാരണം സതി എന്ന് പറയുന്ന ഒരു കരിനിയമം തന്നെയാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യമാരെ കൊണ്ടുവന്നിട്ട് അവരുടെ ചിതയിൽ എരിച്ച് അവര് മരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതൊരിക്കലും വന്നിട്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം സംവദിച്ചു ബംഗാളില്. അതാണ് സംവാദ കൗമുദി. അപ്പോ റാംമോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത് ആര് എന്ന് ചോദിക്കും. അത് അക്ബർ രണ്ടാമനാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഈ പോരാട്ടമൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. മിറാത്ത് ഉൾ അക്ബർ എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാ റാം മോഹൻ റോയ്. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി കൊടുത്തത് അക്ബർ രണ്ടാമനാണ്. അപ്പൊ അദ്ദേഹം ഇദ്ദേഹത്തിനെ കണ്ട് മിറാക്കിളായി എന്നോർത്തുള്ളൂ. അതാണ് മിറാത്ത് ഉൾ അക്ബർ രാജാ റാം മോഹൻ റോയ്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ഹിന്ദു പാട്രിയോട്ട് അത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ആണ് സ്ഥാപിച്ചത്. ഇങ്ങനെ നമുക്ക് ഓർക്കാം. പാട്രിയോട്ട്, രാജ്യസ്നേഹി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സുഭാഷ് ചന്ദ്രബോസിനല്ലേ. അതേപോലത്തെ ഒരു പേരാണ് ഹിന്ദു പാട്രിയോട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ആണ്. ഇത് സുഭാഷ് ചന്ദ്ര ബോസ് അല്ല, ഗിരീഷ് ചന്ദ്ര ഘോഷ്. അതേപോലത്തെ പേരാണ് ഹിന്ദു പാട്രിയോട്ട്. ഓക്കെ, എങ്കിൽ റസ്ത് ഗോഫ്താർ എഴുതിയത് ആര് എന്ന് ചോദിക്കും. അത് ദാദാഭായ് നവറോജി ആണ് എന്ന് ഓർത്തോളൂ. റസ്ത് ഗോഫ്താർ, ഗോഡ് ഫാദർ എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു പേരല്ലേ അല്ലെ. റസ്റ്റ് എടുക്കാത്ത ഗോഡ് ഫാദർ ആര്? അത് നമ്മുടെ ദാദയാണ്, ദാദാഭായ് നവറോജി. അങ്ങനെ കണക്ട് ചെയ്യാം. അദ്ദേഹമാണ് ഈ റസ്ത് ഗോഫ്താർ എന്ന പത്രം സ്ഥാപിച്ചത്. എങ്കിൽ അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചത് ആരൊക്കെ എന്ന് ചോദിക്കും. അത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. ബസാർ എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ചന്ത അങ്ങനെയൊക്കെ പറയാല്ലേ. അപ്പൊ അവിടെ ഇരുന്ന് അമൃതം കുടിച്ചുകൊണ്ട് പത്രിക വായിക്കുന്ന ആര് എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ഓർത്താൽ മതി. ഒരു ശിശുവും പിന്നെ ഒരു മോത്തിലാലുമാണ്. അതാണ് ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അല്ല എന്നുണ്ടെങ്കിൽ സ്കോഷിൽ അമൃതം മിക്സ് ചെയ്തിട്ടാണ് അവര് പത്രം വായിക്കുന്നതെന്ന് ഓർത്തോളൂ. അതാണ് ശിശിർ കുമാർ ഘോഷ്. പിന്നെ നമ്മുടെ മോഹൻലാലിനെ പോലത്തെ പേരാണ് മോഹൻലാൽ ഘോഷ് എന്ന് ഓർത്തോളൂ. ശിശുവും മോഹൻലാലും ബസാറിലിരുന്ന് അമൃതം കുടിച്ചുകൊണ്ട് പത്രിക വായിക്കുന്നു. ഓക്കെ അല്ലേ, കണക്ട് ചെയ്യാലോ. എങ്കിൽ ഇന്ത്യൻ മിറർ ഇത് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കും. അത് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. ഇന്ത്യയിലുള്ള മിറർ വഴി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കാണാമെന്ന് ഓർത്തോളൂ. അതാണ് ദേവേന്ദ്രൻ. ദേവനെയും ഇന്ദ്രനെയൊക്കെ ഇന്ത്യയിലുള്ള മിറർ വഴി നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ ദേവനും ഇന്ദ്രനും ഇന്ത്യയിലെ മിററാണ് നോക്കിയിരുന്നതെന്നും ഓർത്താൽ മതി. ഇദ്ദേഹം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛനാണ്. ആദ്യത്തെ നോബൽ സമ്മാനം ലിറ്ററസിക്ക് നേടിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ അച്ഛനാണ് ദേവേന്ദ്രനാഥ് ടാഗോർ എന്നും ഓർത്തോളൂ. എങ്കില് ഇന്ത്യയിലെ ആദ്യത്തെ പേർഷ്യൻ പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ എന്നും ഓർത്തോളൂ. റാം മോഹൻ റോയ് എഴുതിയ മിറാത്ത് ഉൾ അക്ബർ. അക്ബറിനെ പഠിക്കാനായിട്ട് പേർഷ്യൻ ഭാഷയിലൊക്കെ അല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കണ്ടിട്ടാണ് അക്ബർ രണ്ടാമൻ മിറാക്കിളായി രാജ എന്ന പദവി നൽകിയത് എന്നും ആലോചിച്ചോളൂ. എങ്കിൽ സോംപ്രകാശ് പത്രത്തിന്റെ ഫൗണ്ടർ ആര് എന്ന് ചോദിക്കും. അത് ദ്വാരകാനാഥ് വിദ്യാഭൂഷൺ ആണ്. ഇങ്ങനെ ഓർത്തോളൂ. സോംപ്രകാശ് എന്നാൽ
സോം എന്നാൽ സമുദ്രപ്രകാശം എന്നോർത്തോളൂ. സമുദ്രത്തിന് അടിയിലായിപ്പോയ സിറ്റി ഏതാണ്? ദ്വാരക. ഓക്കെ, അപ്പൊ സമുദ്രത്തിന് അടിയിലെ സിറ്റിയിൽ പ്രകാശം വന്നതാണ് സമുദ്രപ്രകാശം. ദ്വാരകാനാഥ് വിദ്യാഭൂഷൺ, അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ഈ പത്രം തുടങ്ങാനുള്ള ഐഡിയ നൽകിയത് ആര് എന്ന് ചോദിക്കും. അത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അതിലും സാഗർ ഉണ്ട്, സമുദ്രം പോലത്തെ പേരല്ലേ. ഇപ്പൊ സമുദ്രപ്രകാശ്, അതിലും സാഗർ ഉണ്ട്. ഐഡിയ നൽകിയത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അത് മാത്രമല്ല ഇതിൽ രണ്ടിലും വിദ്യ ഉണ്ടല്ലോ. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമല്ലേ, അത് വെച്ച് കണക്ട് ചെയ്തോളൂ. സോം പ്രകാശ് ഫൗണ്ടർ, ദ്വാരകാനാഥ് വിദ്യാഭൂഷൺ, പിന്നെ അതിന്റെ ഐഡിയ നൽകിയത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ അല്ലേ? എങ്കില് മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിക്കും. അത് ബാലഗംഗാധര തിലകനാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകൻ. അത് നമ്മുടെ മലയാളത്തിലെ മഹാനടൻ തിലകനെ പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന് ഓർത്തോളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ വിളിപ്പേര് മറാത്ത കേസരി എന്നാണ്. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് അദ്ദേഹം സ്ഥാപിച്ച രണ്ട് പത്രങ്ങളും. മറാത്ത കേസരി എന്നല്ലേ? യെസ്, അതിൽ ആദ്യത്തെ മറാത്ത എന്ന പത്രം സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. എങ്കിൽ മറാത്ത ഏത് ഭാഷയിലാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കും. അത് മറാത്തിയിലല്ല, ഇംഗ്ലീഷിലാണ്. ഞാൻ ഇവിടെ എഴുതിയത് മാറിപ്പോയി, സോറി. അത് മറാത്തിയിലല്ല, ഇംഗ്ലീഷിലാണ് സ്ഥാപിച്ചത്. മറാത്തിയുമായിട്ട് സാമ്യമുള്ള പേരാണെങ്കിലും അത് ഇംഗ്ലീഷിലാണ് എന്നോർത്തോളൂ. മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ കേസരി എഴുതിയതും ബാലഗംഗാധര തിലകനാണ്. അപ്പോ കേസരി എഴുതുന്നത് വന്നിട്ട് മറാത്തി ഭാഷയിലുമാണ് കേട്ടോ. കേസരി മറാത്തിയിലും മറാത്ത ഇംഗ്ലീഷിലുമാണ് എഴുതിയെന്ന് ഓർത്തോളൂ. എങ്കിലും പ്രബുദ്ധ ഭാരത ഉദ്ബോധൻ എഴുതിയതാര് എന്ന് ചോദിക്കും. അതിന്റെ ഫൗണ്ടർ ആര് എന്ന് ചോദിക്കും. അത് സ്വാമി വിവേകാനന്ദ ആണ് എന്നും ഓർത്തോളൂ. അമേരിക്കയിലുള്ള ചിക്കാഗോ സമ്മേളനത്തിലൊക്കെ പോയിട്ട് നമ്മുടെ രാജ്യത്തിനെ പ്രബുദ്ധരാക്കിയത് അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ. പ്രബുദ്ധ ഭാരത്, അദ്ദേഹം പ്രഭാഷണത്തിലൂടെ ഭാരതത്തെ പ്രബുദ്ധയാക്കി അവിടെ അമേരിക്കയിൽ പോയി. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പ്രബുദ്ധ ഭാരത് സ്വാമി വിവേകാനന്ദനാണ് ആരംഭിച്ചത്. എങ്കിൽ ഉദ്ബോധൻ, അത് കേട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ബോധോദയം വന്നു. അമേരിക്കയിലുള്ള എന്റെ സഹോദരന്മാരെ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും അത് കേട്ട് ബോധം വന്നു. ഉദ്ബോധനം സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ ദത്താണ് എന്നും ഓർത്തോളൂ. എങ്കിൽ എസ്സേസ് ഓൺ ഇന്ത്യൻ എക്കണോമിക്സ് പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും. അത് MG റാനഡെ ആണ് എന്ന് ഓർത്തോളൂ. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചിട്ട് രണ്ട് പുറത്തിൽ കവിയാത്ത എസ്സേ എഴുതാൻ പറഞ്ഞു എന്ന് ഓർത്തോളൂ. ആ രണ്ട് പുറമാണ് MG റാനഡെ. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ വെച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറയുമല്ലോ, രണ്ട് പാരഗ്രാഫിൽ കവിയാതെ അല്ലെങ്കിൽ രണ്ട് പുറത്തിൽ കവിയാതെ. അങ്ങനെ ഇന്ത്യൻ എക്കണോമിക്സിനെ കുറിച്ചിട്ട് എസ്സേ എഴുതുമ്പോഴത്തേക്ക് രണ്ട് പുറം, അങ്ങനെ ഓർത്താൽ മതി. അതാണ് MG റാനഡെ 2 എന്ന് ഓർത്തോളൂ. എങ്കിൽ തക്സിക് ഉൽ അഖ്ലാഖ് പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും. അത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഉൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുമ്പോൾ അങ്കലാപ്പിലാവുന്നത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതിലുണ്ട് ഒരു സാറ് അകത്തിരിക്കുമ്പോഴത്തേക്കും അങ്കലാപ്പിലാകും. അതാണ് ഈ ഉള്ളെന്ന് പറഞ്ഞാൽ ഉള്ള് എന്നും ഓർത്തോളൂ. എങ്കില് ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും. അത് ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെയിലുള്ള ഒരു ക്രോണിക് ബാച്ചുലർ. ഓക്കെ, എല്ലാവർക്കും റോസ് കൊടുക്കുകയാണ്. അതാണ് ഫിറോസ് ഷാ മേത്ത എന്നും ഓർത്തോളൂ. നമ്മുടെ ഇഷ്ടം സിനിമയിലാണ് എന്ന് തോന്നുന്നു. അതില് ഇന്നസെന്റിന്റെ ക്യാരക്ടർ അങ്ങനെയല്ലേ, ക്രോണിക് ബാച്ചുലറാണ്, എല്ലാവർക്കും റോസ് കൊടുക്കും. ഇത് അതേപോലെ ബോംബെയിലെ ക്രോണിക് ബാച്ചുലർ എല്ലാവർക്കും റോസ് കൊടുക്കും. ഫിറോസ് ഷാ മേത്ത അദ്ദേഹമാണ് ഈ പത്രത്തിന്റെ സ്ഥാപകൻ. എങ്കിൽ സുധാരക് പത്രം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിക്കും. അത് ഗോപാല ഗണേഷ് അഗാർക്കർ ആണ് എന്ന് ഓർത്തോളൂ. സുധാരകിനെ സുധാകരൻ എന്ന് ഓർത്തോളൂ. സുധാകരൻ ഗോപാലന്റെയും ഗണേശന്റെയൊക്കെ സുധനാണ് ഈ സുധാകരൻ എന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗോപാല സുധ ഗണേശ സുധ അഗാർക്കർ, അതാണ് സുധാരക്. അങ്ങനെ ചുമ്മാ പ്രാസം ഒപ്പിച്ച് ഓർത്ത് വെച്ചോളൂ. എങ്കിൽ ആനി ബെസന്റ് സ്ഥാപിച്ച പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺ വീല്. ആനി ബെസന്റിന്റെയും മഹാത്മാഗാന്ധിയുടെ ഒക്കെ പത്രം തമ്മിൽ മാറിപ്പോകും. കാരണം യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയും ന്യൂ ഇന്ത്യ ആനി ബെസന്റും ആണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. ആനി ബെസന്റ് സ്ഥാപിച്ച പത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ന്യൂ വീല് എന്ന് ഓർത്തോളൂ. ന്യൂ വീല് കിട്ടുമ്പോൾ ആനി പ്ലസന്റ് ആവും. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അതിലെ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇന്ത്യ ആണ്, വീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ വീല്, അങ്ങനെ ഓർത്തോളൂ. എങ്കില് മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അതില് ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ന്യൂ ജീവൻ, പിന്നെ ഹരിജൻ. ഇങ്ങനെ ഓർത്താൽ മതി. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇന്ത്യയുടെ ഒപ്പീനിയൻ ആര് എന്ന് ചോദിക്കും. അത് മഹാത്മാഗാന്ധിയുടെ തീരുമാനമായിരിക്കും പലപ്പോഴും. ഇന്ത്യയുടെ ഒപ്പീനിയൻ അല്ലേ? യെസ്, ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധിയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. എങ്കിൽ ഇന്ത്യയുടെ ഒപ്പീനിയൻ ആയിട്ട് അത് മാറുന്നത് എങ്ങനെ? ഇന്ത്യയിലുള്ള എല്ലാ യങ്സ്റ്റേഴ്സും, യങ് ആയിട്ടുള്ള ഇന്ത്യ അത് ഏറ്റെടുക്കുമ്പോഴാണല്ലേ? യെസ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർത്തോളൂ. യങ് ഇന്ത്യ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എങ്കിൽ ന്യൂ ഇന്ത്യ ആര് എന്ന് ചോദിക്കും. അപ്പൊ ന്യൂ വീല് എന്ന് ഓർത്തോളണം. ന്യൂ വീല് കിട്ടുമ്പോഴത്തേക്ക് ആനി പ്ലസന്റ് ആവും. യെസ്, ആനി പ്ലസന്റ്, ന്യൂ ഇന്ത്യ, പിന്നെ വീല് കോമൺ വീല്, അങ്ങനെ വേണം കണക്ട് ചെയ്യാൻ.
എങ്കിൽ നവജീവൻ ആരുടെ എന്ന് ചോദിക്കും, അതും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയാണ്. നവജീവൻ പത്രം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയാണ്. കാരണം യങ് ഇന്ത്യ, ഇന്ത്യയിലുള്ള യങ് ഇന്ത്യ എല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എടുക്കുമ്പോഴത്തേക്കും ആരാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്? നവജീവൻ ആയിരിക്കും അല്ലെ, നവ വ്യക്തികളായിരിക്കും. അങ്ങനെ ഓർത്തോളൂ, നവജീവനും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയാണ്. എങ്കിൽ ഹരിജനം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയാണ്. അപ്പൊ എല്ലാ ജനങ്ങളും ഹൃദയത്തിലേറ്റിയത് അദ്ദേഹത്തിന്റെ വാക്കാണ്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ, ഹരിജൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന്. എങ്കിൽ ദ ഹിന്ദു പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും, അത് വീരരാഘവാചാരിയും പിന്നെ GS അയ്യരുമാണ്. ദ ഹിന്ദു എന്ന് പറഞ്ഞ് അപ്പോ വീരവാദം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആചാര്യയെയും അയ്യറിനെയും കുറിച്ച് ഓർത്താൽ മതി. അങ്ങനെ കണക്ട് ചെയ്യാം. വീരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരരാഘവാചാരിയും പിന്നെ GS അയ്യരാണ്. ഞങ്ങൾ ഹിന്ദു ആണ് എന്ന് വീമ്പിളക്കിക്കൊണ്ട് വീരവാദം പറഞ്ഞുകൊണ്ട് നടന്നു എന്നോർത്താൽ മതി. അതാണ് വീരരാഘവാചാരി, GS അയ്യർ. ഓക്കെ, കോഡിന് വേണ്ടി പറയുന്നതാണ്. എങ്കിൽ വന്ദേ മാതരം ആരാണ് പ്രസിദ്ധീകരിച്ചെന്ന് ചോദിക്കും, അത് അർബിന്ദോ ഘോഷാണ്. വന്ദേ ബിന്ദു അല്ലേ, അതിലൊരു ബിന്ദു ഉണ്ടല്ലോ, ഓറോ ബിന്ദോ ഘോഷ്. ഓക്കെ, വന്ദേ മാതരം ഓറോ ബിന്ദോ ഘോഷ്, അബിന്ദോ വന്ദേ എന്ന് കണക്ട് ചെയ്യാം. ഓറോവില്ല സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിക്കും, അത് പുതുച്ചേരിയിൽ, പണ്ട് പോണ്ടിച്ചേരി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പുതുച്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ഫ്രീ ഹിന്ദുസ്ഥാൻ താരക് നാഥ് ദാസ് ആണ് എന്ന് ഓർത്തോളൂ. ഹിന്ദുസ്ഥാനിൽ നിന്നും ഒരു ഹിന്ദുസ്ഥാനി ആയിട്ടുള്ളൊരു വ്യക്തി ഫ്രീ ആവുമ്പോൾ, മരിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ പണ്ടത്തെ വിശ്വാസ പ്രകാരം അത് താരകങ്ങൾക്കുള്ളിൽ അല്ലെ നക്ഷത്രമായിട്ട് മോളിൽ നിൽക്കും. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ലാലേട്ടൻ പറയും പോലെ മരിച്ച ശേഷം നക്ഷത്രമായിട്ട് അവിടെ കാണും. നക്ഷത്രം എന്ന് പറയുമ്പോൾ താരകമല്ലേ, അങ്ങനെ ഓർത്താൽ മതി. ഫ്രീ ഹിന്ദുസ്ഥാനിൽ നിന്ന് ഫ്രീ ആവുന്ന ഒരു പൗരൻ പിന്നെ താരകങ്ങളുടെ ഇടയിലായിരിക്കും. ആണ് താരക് നാഥ് ദാസ് ആണ് പ്രസിദ്ധീകരിച്ചത് ഫ്രീ ഹിന്ദുസ്ഥാൻ. ഇങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ അൽ ഹിലാല് അൽ ബലാഗ് എന്നിവ പ്രസിദ്ധീകരിച്ചത് അബ്ദുൽ കലാം ആസാദ് ആണ്. അബ്ദുൽ കലാമിലും ഒരു അല്ലുണ്ടല്ലേ, കലാമിൽ ഒരു അല്ലുണ്ട്. അത് വെച്ചിട്ട് അൽ ഹിലാല് അൽ ബലാഗ്. അദ്ദേഹം ആസ്വദിച്ച് കഴിക്കുന്നത് ഹലാൽ ഭക്ഷണമാണ് എന്നോർത്തോളൂ. അതാണ് ആസാദ് അൽ ഹിലാല് പിന്നെ അൽ ബലാഗ്. ഹലാൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ബാലൻ എന്നും ഓർത്താൽ മതി. അതാണ് ആസാദ്, അബ്ദുൽ കലാം ആസാദ്. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കില് പ്രതാപ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയാണ്. പ്രതാപ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, ഇങ്ങനെ ഓർത്താൽ മതി. ആ കാലത്ത് ഭയങ്കര പ്രതാപത്തോടുകൂടി പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പ്രതാപ്. വിദ്യ എന്ന് പറയുമ്പോൾ പ്രതാപമാണല്ലോ, അങ്ങനെ ഓർത്താൽ മതി. എങ്കിൽ ഇൻഡിപെൻഡന്റ് മോത്തിലാൽ നെഹ്റു പ്രസിദ്ധീകരിച്ച പത്രമാണ്. മോത്തിലാൽ നെഹ്റു എന്ന് പറയുമ്പോഴത്തേക്കും ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ നെഹ്റു, പുള്ളി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ഓർത്തോളൂ. ജവഹർലാൽ നെഹ്റുവിനെ പോലെയല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ബാധ്യതയൊക്കെ കൂടുതലുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയൊക്കെയാണ്. അപ്പൊ അച്ഛൻ നെഹ്റു ഇൻഡിപെൻഡന്റ് ആണ് എന്നോർത്താൽ മതി. ഇൻഡിപെൻഡന്റ് മോത്തിലാൽ നെഹ്റു ആണ്. എങ്കിൽ മൂക് നായക് ബഹിഷ്കൃത ഭാരത്, അത് BR അംബേദ്കറിൻ്റെതാണ് എന്ന് ഓർത്തോളൂ. ഇങ്ങനെ നമുക്ക് ഓർക്കാം. മൂകനായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അക്കാലത്ത് നിലനിന്ന ജാതി ചിന്ത കണ്ടിട്ട് അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ വേർതിരിച്ചിരുന്ന കണ്ടിട്ട് മൂകനായി ഇരിക്കാത്ത നായകനാര്, അതാണ് BR അംബേദ്കർ, ദ ഗ്രേറ്റ് BR അംബേദ്കർ അല്ലേ. അപ്പൊ ജാതി ചിന്തക്കെതിരെ മൂകനായി ഇരിക്കാത്ത നായകനാരോ, അത് BR അംബേദ്കർ. അദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് മൂകനായക്. എങ്കിൽ ബഹിഷ്കൃത ഭാരതം BR അംബേദ്കർ തന്നെയാണ്. അതും ഇങ്ങനെ ഓർത്തോളൂ. ജാതി ചിന്ത ഭാരതത്തിൽ നിന്നും ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പോരാടിയ മനുഷ്യനാര്, അതും BR അംബേദ്കർ ആണ്. അപ്പൊ ബഹിഷ്കൃത ഭാരതം മൂകനായക് BR അംബേദ്കർ. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. എങ്കിൽ നാഷണൽ ഹെറാൾഡ് ആര് എന്ന് ചോദിക്കും, അത് ജവഹർലാൽ നെഹ്റു. ഇങ്ങനെ ഓർത്തോളൂ. കോഡിനായിട്ട് രാജ്യത്തെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും നാഷണൽ ഹീറോ എന്ന് പലർക്കും തോന്നി എന്നോർത്തോളൂ. അതാണ് നാഷണൽ ഹീറോ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ലീഡർ പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും, അത് മദൻ മോഹൻ മാളവ്യ ആണ്. ലീഡർ ആര് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടമ്പിനാട് സിനിമ പോലെ അത് മല്ലയ്യയാണ് ലീഡർ. അങ്ങനെ ഓർത്താൽ മതി. ലീഡർ മല്ലയ്യ അല്ല, മദൻ മോഹൻ മാളവ്യ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, MM ആണ് ലീഡർ. RRR എന്നൊക്കെ പറയും പോലെ, അല്ലെങ്കിൽ MGR എന്നൊക്കെ പറയും പോലെ MM ആ MM ആണ്. മദൻ മോഹൻ മാളവ്യാണ് ലീഡർ പത്രത്തിന്റെ സ്ഥാപകൻ എന്നും ഓർത്തോളൂ. എങ്കില് കോംറേഡ് പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും, അത് മൗലാന മുഹമ്മദ് അലിയാണ്. നമ്മുടെ ബോക്സർ മുഹമ്മദ് അലിയെ വെച്ചിട്ട് ഓർക്കാം. അദ്ദേഹം ഒരു കോംറേഡിനെ പോലെ ഒരു യോദ്ധാവായിരുന്നല്ലേ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാഷ്യസ് ക്ലേ ആണ്. അദ്ദേഹത്തിന് കാഷ്യസ് ക്ലേ എന്ന് പറയാത്തതിന്റെ പേരില് ഒരു AD ടെറർ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സറിന് വന്നിട്ട് അദ്ദേഹമായിട്ടുള്ള ബോക്സിംഗിൽ അദ്ദേഹം ഇടി കൊടുത്ത് പറയിപ്പിക്കുന്നുണ്ട്. എന്റെ പേരെന്താണ്, വാട്ട് ഈസ് മൈ നെയിം, ദിസ് ഇസ് മുഹമ്മദ് അലി എന്ന് പറഞ്ഞ് ഇടി കൊടുത്ത് പറയിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറ്റാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് റോം ഒളിമ്പിക്സിൽ 1960 കിട്ടിയ മെഡലിനെ എടുത്തിട്ട്
നദിയിലേക്ക് എറിഞ്ഞത്. അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. അദ്ദേഹം ഒരു കോംറേഡ് പോലത്തെ ആളായിരുന്നു. അപ്പൊ കോംറേഡ് മൗലാന മുഹമ്മദ് അലി. അപ്പൊ ഇന്ത്യയിലുള്ള മുഹമ്മദ് അലിയാണ് മൗലാന മുഹമ്മദ് അലി എന്നോർത്തോളൂ. അദ്ദേഹം സ്ഥാപിച്ച പത്രമാണ്. എങ്കിൽ ഹിന്ദുസ്ഥാൻ ദൈനിക് പത്രം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതും മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യ ഹിന്ദുസ്ഥാനിലെ എന്താണ് ദീനം കണ്ടിട്ടാണ് അദ്ദേഹം ലീഡർ ആയത്. ആര്? മല്ലയ്യ ലീഡർ ആയത്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഇത് ലീഡർ ആവുന്ന എപ്പോഴും ഒരു സ്ഥലത്തുള്ള ദീനവും പരാതിയൊക്കെ കാണുമ്പോഴാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനിലെ ദീനമാണ് ഹിന്ദുസ്ഥാൻ ദൈനിക്. അത് സ്ഥാപിച്ചതും മദൻ മോഹൻ മാളവ്യയാണ്. മല്ലയ്യയാണ് ഹിന്ദുസ്ഥാനിലെ ദീനം മാറ്റാൻ വന്ന ആള് എന്നും ഓർത്തോളൂ. എങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ആരുടെയെന്ന് ചോദിക്കും. അത് സുന്ദർ സിംഗ് ലാൽപുരിയുടെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. ഹിന്ദുസ്ഥാനിൽ ആ സമയമൊക്കെ നല്ല ബെസ്റ്റ് ടൈം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുന്ദരനായിട്ടുള്ളൊരു സിംഗ് ആണ് എന്നോർത്തോളൂ. അതാണ് സുന്ദർ സിംഗ് ലാൽപുരി. അത് ഹിന്ദുസ്ഥാൻ ടൈംസ്, ഹിന്ദുസ്ഥാനിലെ ബെസ്റ്റ് ടൈംസ് എന്ന് ഓർത്താൽ മതി. എങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൽ വന്നിട്ടുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏത് എന്ന് ചോദിക്കും. അത് സമാചാർ ദർപ്പൺ. നമ്മുടെ രാജ്യത്തിന്റെ സമാചാരത്തിനെ കുറിച്ചിട്ട് അർപ്പിച്ചുകൊണ്ട് ഡെയിലി ന്യൂസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൽ വേണം ഇറക്കാനല്ലേ. അത് ബംഗാളി ഭാഷയിലാണ് എന്നും ഓർത്തോളൂ. നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ കൂടുതൽ നവോത്ഥാനമൊക്കെ നടന്നിട്ടുള്ളത് ബംഗാളിയിലാണ്. അപ്പൊ അവിടുത്തെ ഭാഷയിൽ ഇറക്കുമ്പോഴായിരിക്കും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. ആദ്യത്തെ ഗവർണറൊക്കെ വന്നിട്ട് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്ത് ബംഗാളിലെ ഗവർണർ എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പൊ ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയിലുള്ള ഓണായിട്ടുള്ള ഭാഷയിൽ ആദ്യമായിട്ട് പത്രം വരുന്നത്. അത് സമാചാർ ദർപ്പൺ. നമ്മുടെ സമാചാരത്തിനെ അർപ്പിക്കാനായിട്ട് ഏറ്റവും ആദ്യം വന്നത് ബംഗാളി ഭാഷയിലാണ്. അത് പ്രസിദ്ധീകരിച്ച ആര് എന്ന് ചോദിക്കും. അത് ജോഷുവ മാർഷ് മാൻ ആണ്. ഏത് മാൻ ആണ്? ഇന്ത്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത് അത് ജോഷുവ മാർഷ് മാൻ ആണ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഉദന്ത് മാർത്താണ്ഡ് അതാണ് ഹിന്ദി ഭാഷയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പർ. അത് പണ്ഡിറ്റ് ജാഗുൽ കിഷോർ ശുക്ലയാണ്. കിഷോർ കുമാറിനെ അറിഞ്ഞൂടെ? ഹിന്ദിയിലെ ലെജൻഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരുള്ള ഒരാളാണ് ഹിന്ദിയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ പ്രസിദ്ധീകരിച്ചത്. അതാണ് ഉദന്ത് മാർത്താണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അപ്പോ ഇന്ത്യയിലെ തണ്ടലായിട്ടുള്ള ഭാഷ എന്നോർത്തോളൂ. അതാണ് ഉദണ്ട് മാർത്താണ്ഡ് എന്ന് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചോളൂ. എങ്കിൽ സമാചാർ സുധാ വർഷൻ ശ്യാം സുന്ദർ സെന്റെ ആണ് ഫസ്റ്റ് ഡെയിലി ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വന്നിട്ട് സ്ഥിരം ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാചാർ സുധാ വെർഷൻ. ഇന്ത്യൻ സമാചാരത്തിനെ കുറിച്ചിട്ടുള്ള ഡെയിലി ഉള്ള വെർഷൻ വന്നത് സമാചാർ സുധാ വർഷൻ ആണ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അത് എഴുതിയത് ആരെ എന്ന് ചോദിക്കും. യെസ് അത് ഞാനാണെന്ന് ഒരാൾ പറയും. ആ ട്രിപ്പിൾ എസ് ആണ് ശ്യാം സുന്ദർ സെന്ന്. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ നമുക്ക് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് ന്യൂസ് പേപ്പറും കൂടെ നോക്കാം, എന്നിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. രാജ്യ സമാചാരമാണ് നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പർ. അത് ഹെർമൻ ഗുണ്ടർത്താണ്. ആ മേൻ ആര് എന്ന് ചോദിക്കും. അതാണ് ഹെർമൻ ഗുണ്ടർത്ത്. ഏട്ട സിനിമയിൽ ലാലേട്ട ഓട്ടോയിൽ ഇരുന്ന് പറയും പോലെ ഗുണ്ടർത്ത് സാഹിബ് വരെ മലയാളത്തിൽ എന്താണ് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു ഡയലോഗ് ഇല്ല. അത് വെച്ചിട്ട് ആ ഗുണ്ടർത്ത് സാഹിബാണ് ഹെർമൻ ഗുണ്ടർത്ത്. ലാലേട്ടനെ വെച്ചിട്ട് ഓർത്തോളൂ. അത് രാജ്യ സമാചാരമാണ്. അത് കേരള രാജ്യത്തിന്റെ സമാചാരത്തിനെ കുറിച്ചിട്ടാണ് വന്നേന്ന് ഓർത്തോളൂ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 വർഷം മുന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചത്. 1847. ഇതില് വർഷം ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഏത് എന്ന് ചോദിക്കും. അത് വെസ്റ്റേൺ സ്റ്റാർ ആണ്. വെസ്റ്റേൺ കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കേരളത്തിലെ ന്യൂസ് പേപ്പർ വെസ്റ്റേൺ സ്റ്റാർ. വെസ്റ്റേൺ സ്റ്റാറുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നതെന്ന് ചുമ്മാ ഓർത്താൽ മതി. എങ്കില് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും. അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒരു മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതെന്ന് ഓർത്തോളൂ. ആ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എങ്കിൽ ആ പത്രത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഡിറ്റർ ആയിട്ടുള്ള കെ രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ എന്നാണല്ലേ. ഞാനും അദ്ദേഹത്തിന്റെ ഒരു നാട്ടുകാരനാണ്, അതിൽ അഭിമാനമുണ്ട്. എങ്കിൽ മലയാള മനോരമ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള അടുത്ത പത്രങ്ങളാണ് മലയാള മനോരമയും മാതൃഭൂമിയും. അതിന്റെ ഫൗണ്ടറേഴ്സ് ആരെന്ന് നോക്കാം. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ. കലണ്ടർ മനോരമ തന്നെ എന്ന് തിലകൻ ചേട്ടൻ പറയുമല്ലോ, ആ ഡയലോഗ് വെച്ചിട്ട് ഓർത്താൽ മതി. കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ മനോരമയുടെ സ്ഥാപകൻ വർഗീസ് മാപ്പിള തന്നെ, അങ്ങനെ ഓർത്താൽ മതി. അതാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. എങ്കിൽ മാതൃഭൂമിയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കും. KP കേശവ മേനോൻ. മാതൃഭൂമിയെ തൊട്ട് കളിച്ചാൽ ഒരു റോഡ് ശവം വീഴും എന്ന് ഓർത്താൽ മതി. അതാണ് കേശവ മേനോൻ. KP കേശവ മേനോനാണ് മാതൃഭൂമിയുടെ സ്ഥാപകൻ. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നോക്കേണ്ട പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ഇപ്പൊ സ്ഥിരം കണ്ടുവരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പത്രത്തിന്റെ പേരൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇതിന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞ കോഡൊക്കെ വന്നിട്ട് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മിക്കവാറും എല്ലാ എക്സാമുകളിലും ചോദിക്കാറുണ്ട്. അപ്പൊ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ക്ലാസ് ഞാൻ അയച്ചേക്കാം. അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ വീഡിയോ അവിടെയും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.